പച്ച കളറിലുള്ള ഈ ഹാരിയറിനെ ഇനി മുതൽ ടാറ്റ വിളിക്കാൻ പോകുന്നത് അഡ്വഞ്ചർ എക്സ് അല്ലെങ്കിൽ അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റുകളായിട്ടാണ്. ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഏറ്റവും പുതിയ വേരിയൻറ്റിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹാരിയറിൻ്റെ കേസിൽ. അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം ഒരുപാട് വേരിയൻറ്റുകളുണ്ട് ഹാരിയറിൻ്റെ കേസ് പരിശോധിക്കുന്ന സമയത്ത്. റീസെൻ്റ്ലി ഹാരിയർ EV-നെയും ടാറ്റ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചധികം അഡീഷൻസ് ആഡ് ചെയ്തുകൊണ്ട് പുതിയ അഡ്വഞ്ചർ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിനെ പുറത്തിറക്കുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന വേരിയൻറ്റിനെ ഒക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 5 or 6 വേരിയൻറ്റുകളും മാത്രമാണ് ഹാരിയറിൻ്റെ കേസിൽ ഉണ്ടാവുക. അതിൽ ടോപ്പിൽ നിന്ന് രണ്ടാമത്തെ വേരിയൻ്റാണ് അഡ്വഞ്ചർ എക്സ്. അഡ്വഞ്ചർ എക്സ് പ്ലസിലേക്ക് വരുന്ന സമയത്ത് ഒരു 35,000 രൂപ അധികം ഉണ്ടായിരിക്കും. അപ്പോൾ എക്സിന് എത്ര പ്രൈസ് എന്നല്ലേ, 18,99,000 രൂപയാണ് അഡ്വഞ്ചർ എക്സിൻ്റെ പ്രൈസ് വരുന്നത്. എക്സ് പ്ലസിലേക്ക് വരുന്ന സമയത്ത് 19 ലക്ഷത്തി സംതിങ് വരും. ഒരു 30,000 രൂപ അധികം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാസിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതാണ്. എക്സ് പ്ലസിലേക്ക് വരുന്ന സമയത്ത് അഡാസ് വരുന്നുണ്ട്. ആ അഡാസിനകത്ത് 13 ഫീച്ചറുകൾ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ അങ്ങനെ ഒരു വണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇനി ഈ ഒരു പച്ച കളറിനെ കുറിച്ച് പറയാം. പച്ച കളറിനെ ശരിക്കും വിശേഷിപ്പിക്കുന്നത് സീവീഡ് ഗ്രീൻ എന്നാണ്. ആ ഒരു ഇൻറ്റീരിയർ തീമിലാണ് ഈ ഒരു സംഭവം അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ശരിക്കും നല്ല രസമുണ്ട് ഈ കളർ കേട്ടാൽ. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ക്രോം ഗ്രിൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഒരു ക്രോമിയം എലമെൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഇത് അഡാസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് വരുന്നത്. നേരത്തെ നമുക്ക് ഇവർ ഇതിനകത്ത് അഡാസ് ഉണ്ടായിരുന്നില്ല. അതാണ് ഹാരിയർ EV-നകത്ത് അഡാസ് ഉണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വ്യൂ കാണാൻ പറ്റും. അതിൻ്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള അകത്ത് നോക്കണം. ഹെഡ് ലാമ്പ് പാറ്റേൺ, DRL യൂണിറ്റ് അതൊക്കെ തന്നെ സെയിം ആണ്. ഈ ഒരു ഗ്രീൻ കളറിനകത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇങ്ങനെ കാണുമ്പോൾ ഇത് ഈ ഒരു ലൈറ്റിലൊക്കെയാണ്, പകൽ വെളിച്ചത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. ഈ വീലിൻ്റെ പാറ്റേൺ നോക്ക്, എനിക്കത് ഭയങ്കര ബേസിക് ആയിട്ട് തോന്നിയിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും. എവിടേക്കോ കണ്ട് ശീലിച്ചൊരു വീൽ പാറ്റേൺ. പക്ഷേ ഇതിനകത്ത് വന്നുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 4 വീലുകളും ഡിസ്ക് ബ്രേക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ചേഞ്ചാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി സേഫറാണ് എന്നുള്ളതാണ്. ഗ്ലോബൽ NCAP 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അഡാസ് വരുന്നു, അതും ഒരു സേഫ്റ്റി എലമെൻറ്റിനാണ് ശരിക്കും. ഓക്കെ, ഈ സൈഡ് പ്രൊഫൈൽ ശരിക്കും നോക്കിയാൽ ഒരു ടാങ്ക് കൈൻഡ് ഓഫ് സാധനമാണല്ലേ. അത് ആ ഒരു ഗ്രീൻ കളറിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഹാരിയറിൻ്റെ ലെറ്ററിങ് നല്ല ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ അഡ്വഞ്ചറിൽ വന്ന രണ്ടിനകത്തും ആ ഒരു ഭംഗി എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എലമെൻറ്റുകളൊക്കെ സെയിം തന്നെയാണ്. പിയാനോ ബ്ലാക്ക് സൈഡ് വ്യൂ മിറർ, അതിനകത്ത് 360 ഡിഗ്രി ക്യാമറ, ഇൻഡിക്കേറ്റർ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ. അതുപോലെ തന്നെ റിക്വസ്റ്റ് സെൻസറോട് കൂടിയുള്ള ഡോർ ഹാൻഡിൽ, പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഹാരിയറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർത്ത് വെക്കുക, ലാൻഡ് റോവറിനെ ഏറ്റെടുത്തതിന് ശേഷം അവരുടെ പ്ലാറ്റ്ഫോമിനകത്ത്, അതായത് ഒമേഗ ആർക്ക് അല്ലെങ്കിൽ D8 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്താണ് ഹാരിയറിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ ടാങ്ക് എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ കാര്യം. ടെയിൽ പ്രൊഫൈൽ സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. 360 ഡിഗ്രി ക്യാമറ വ്യൂ, പരസ്പരം കണക്റ്റിംഗ് പോലെ തോന്നിപ്പിക്കുന്ന ലാമ്പ് യൂണിറ്റ്, അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. മാനുവൽ ഓപ്പറേഷൻ തന്നെയാണ്. വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഭയങ്കര സ്പേസാണ്. എന്നെപ്പോലെ 2 ആൾ അതിനകത്ത് കൊള്ളും. ഇനി ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷനൊക്കെ ഫ്യൂച്ചറിൽ വരാനുള്ളൊരു പ്ലാൻ ഉണ്ട് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഒരു ബട്ടണും ഏരിയ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ടോപ്പ് എൻഡിലുണ്ടായിരിക്കും ചിലപ്പോൾ ഓട്ടോ ടെയിൽ ഗേറ്റ്. ഇപ്പോൾ എക്സ്റ്റീരിയർ പരിശോധിക്കുന്ന സമയത്ത് നിലവിലത്തെ പ്രൈസ് പ്രകാരം 19,30,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂ, അഡാസ് വിത്ത് 13 ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ അഡ്വഞ്ചർ എക്സിലേക്ക് വരുന്ന സമയത്ത് ഫോളോ മീ ഹെഡ് ലാമ്പ്, റിയർ ഡിഫോഗർ ലൈൻസ്, അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ LED സിസ്റ്റങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇതൊക്കെ എക്സ്റ്റീരിയറിൻ്റെ കേസ് ആട്ടോ. ഇനി നമുക്ക് ഇൻറ്റീരിയറാണ് നോക്കാനുള്ളത്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തും കുറച്ചധികം ചേഞ്ചസുകളൊക്കെ പറയാനുണ്ട്. ഒന്നാമത്തത് ഈ ഇൻറ്റീരിയർ തീം അടിപൊളിയല്ലേ. നല്ല ഇൻറ്റീരിയർ തീമിനെ ശരിക്കും ഒനിക്സ് ട്രൈൽ ഇൻറ്റീരിയർ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ക്യാമൽ ടാൻ കം ബ്ലാക്ക് ഇൻറ്റീരിയർ എന്ന് വിശേഷിപ്പിക്കാം. ഈ ക്യാമൽ ടാൻ കാണുന്ന ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ്, ലെതർ സീറ്റാണ് വരുന്നത്, ലെതറിട്ട്. അതേപോലെ തന്നെ നമുക്കതിനകത്ത് അഡ്ജസ്റ്റബിൾ കാണാൻ പറ്റും, അതായത് 6 വേ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഡ്രൈവർ സൈഡ് സീറ്റ്. അതിനകത്ത് ഇവിടെ ഒരു ബട്ടൺ കണ്ടത് ശരിക്കും നമ്മൾ ടോപ്പ് എൻഡിൽ ഉണ്ടാവില്ലേ വെന്റിലേറ്റഡ് സിസ്റ്റം, അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത്. ശരിക്കും ഹാരിയർ ഓടിയാൻ ഭയങ്കര സുഖമാണ്. അതിൽ ആ ഒരു 2 ലിറ്റർ എൻജിൻ വേറെ ലെവലാണ്, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഈ ഒരു പൊസിഷൻ, കമാൻഡിങ് പൊസിഷനിലിരുന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ഇതിലേക്ക് വരുമ്പോൾ നൈസാട്ടോ. ഡാഷ്ബോർഡിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും അതിൻ്റെ ആ ഒരു നീറ്റ്നെസ്സും ഒക്കെ നല്ല രസമുള്ളതാണ്. അത് ഹാരിയർ അതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. സെയിം ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ടച്ച് സ്ക്രീൻ പോലത്തെ ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം.
ഇലക്ട്രോണിക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഇവിടെ വെക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ബൂട്ട് അൺലോക്ക് ആവുക മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇനി 360 ഡിഗ്രി ക്യാമറ വ്യൂ. ഇതിലേക്ക് വരുന്ന സമയത്ത് HD ഫുൾ സ്ക്രീൻ വ്യൂ നമുക്കുണ്ട്. 3D ഒക്കെ കാണാം. പക്ഷേ കളറുണ്ടോ, വെള്ള കണ്ടുകൊണ്ടിരിക്കുന്നത്. 2D വ്യൂ ഓക്കെയാണ്. ഇതിപ്പം ഇവിടുത്തെ ഇതിനകത്തുള്ള ഒരു ലൈറ്റിൻ്റെ അസ്വസ്ഥത കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒബ്വിയസ്ലി പുതിയ സ്റ്റിയറിംഗ് വീൽ, ഇലിമിനേറ്റിംഗ് ലോഗോ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, അതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെയും ലെയിൻ കീപ്പ് അസിസ്റ്റൻ്റെയും ഒക്കെ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. വേറൊരു കാര്യം സൺറൂഫാണ്. സൺറൂഫിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വോയിസ് അസിസ്റ്റഡ് സൺറൂഫാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ സൺറൂഫ്. ഇനി അതേപോലെ നമുക്കിത് ക്ലോസും ചെയ്യാം. ക്ലോസ് സൺറൂഫ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റികളും കൂടി ഈ ഒരു വേരിയന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അഡാസ്, അത് പുതുതായിട്ട് വന്നേക്കാണ്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിലേക്കും കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ടെറൈൻ മോഡ് സെലക്ടറാണ്, അത് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ എക്കോ മോഡിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. ഇതിനകത്ത് വയർലെസ് ചാർജിങ് പോർട്ടൊന്നുമില്ല, സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഒരു ലാൻഡ് റോവർ ഇൻസ്പയർഡ് ട്രാൻസ്മിഷൻ ആണെന്ന് പറയാം. അതുപോലെ ഇവിടെ EPB ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഇത് പുതിയ ഒരു കാര്യമാണ്. അതും ഇതിനകത്തേക്ക് കൊണ്ടുവന്നേക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഇത് മാനുവൽ തന്നെയാണ് കേട്ടോ. ബട്ട് ഓക്കെ, ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം. അപ്പോൾ ഇൻറ്റീരിയറിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള EPB പറയാം. അതുപോലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഡാസ് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഒരു പുതിയ കളർ ടോൺ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പുറത്തുള്ള ആ ഒരു സീവീഡ് ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു ഇൻറ്റീരിയറും അതുപോലെ തന്നെ ലെതറിട്ടാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ തന്നെയും പുതിയതാണ്. പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ ഹാരിയർ വേറെ ലെവലാണ്, സ്പേഷ്യസ്. പിന്നെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര പഞ്ചി മെഷീനൊക്കെയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് പറയാം. സെയിം തന്നെയാണ്. എഞ്ചിനെ കുറിച്ചും കൂടി ഞാനൊന്ന് പറയാം. ഇനി ഡ്രൈവ് മോഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമുക്ക് ഡ്രൈവ് മോഡും ഉണ്ട്, ടെറൈൻ മോഡും ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഇനി എഞ്ചിനെ കുറിച്ച് പറയാം. ഡീസലിനകത്ത് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര കേട്ടോ. നമ്മളെപ്പോഴും ഹാരിയറിൽ പറയുന്നതാണ്, ഇങ്ങനെ പൊന്തിച്ച് നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒരു മാനുവൽ പരിപാടിയുണ്ട്. യെസ്, ഒരു 2 ലിറ്റർ ക്രയോടെക് എഞ്ചിനാണ്. 170 എഴുതി വെച്ചിട്ടുണ്ടല്ലേ. 170 PS പവറും 350 Nm ടോർക്കുമാണ് അത് ഉൽപ്പാദിപ്പിക്കുക. ക്രയോടെക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇത്രയും വലിയൊരു ബീസ്റ്റിനെ വലിച്ചു കൊണ്ടു നടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളൊരു എഞ്ചിനാണ്. അതൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വിശാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണല്ലേ. സോ ഇതാണ് ടാറ്റ ഹാരിയറിൻ്റെ ശരിക്കും നോക്കിയാൽ കാണിച്ചിട്ടാ കിട്ടുമ്പോൾ സൗണ്ട് നോക്കിയാൽ കൈയൊക്കെ കുടിക്കുക, കൈ കട്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ ഏറ്റവും പുതിയ ഹാരിയർ വേരിയൻറ്റ് എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. ഫേസ് ലിഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഫേസൊക്കെ സെയിം തന്നെയാണ്. പുതിയ കളർ അഡാസ് വന്നു, കുറച്ച് ഫീച്ചേഴ്സ് അധികം വന്നു, EPB വന്നു, ഡിസ്ക് ബ്രേക്ക് വന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സംഭവിച്ചുള്ളത്. പ്രൈസ് കുറച്ചൊന്നും വേണമെങ്കിൽ പറയാം. 18,99,000 രൂപയാണ് അഡ്വഞ്ചർ എക്സിനുള്ളത്. അഡ്വഞ്ചർ എക്സ് പ്ലസിലേക്ക് വരുന്ന സമയത്തുള്ള മാറ്റം അഡാസ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു 30,000 രൂപയും അധികം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ മുംബൈയിലാണുള്ളത്. വളരെ കുറഞ്ഞ സമയത്തിനിടയിൽ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. കാണുന്ന സമയത്ത് ഈ ഒരു മാറ്റങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് കുറഞ്ഞതും ഒക്കെ എങ്ങനെയുണ്ട്, കോമ്പറ്റീഷനുമായിട്ട് നല്ല രീതിയിൽ മത്സരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.